എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ തന്നെ സിനിമ അങ്ങനെ കാണാത്തതാണ് പതിവായിട്ട്. പക്ഷെ ഞാൻ എൻ്റെ തന്നെ സിനിമ 4 തവണ. സോ അങ്ങനെ ആലോചിക്കുമ്പോൾ അത് എന്നെ പറ്റിയിട്ടോ എൻ്റെ അഭിനയത്തിനെ പറ്റിയിട്ടോ ഉള്ളൊരു സിനിമയല്ല. ഇങ്ങനത്തെ ഒരു സിനിമ മലയാളം ഒരുപാട് കാലമാണ്. എനിക്ക് പണ്ടത്തെ നമ്മുടെ സിനിമകളൊക്കെ ഓർമ്മ വരും. തനിയെ പോലത്തെ സിനിമകളൊക്കെ ഓർമ്മ വരും. ആ രീതിയിലുള്ള ഒരു നല്ല സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണണം, പോസ്റ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വിയരയിലൊക്കെ നമ്മള് എപ്പോഴും അങ്ങനത്തെ സിനിമകൾ പെട്ടെന്ന് കണ്ടെന്നായിരുന്നു ഓഡിയൻസ്. അപ്പൊ അങ്ങനെ വന്ന് പാർവതി ഞെട്ടിച്ചു. അപ്പൊ ഈ സിനിമയിൽ പാർവതി ഷോ ഞാൻ ഇപ്പൊ കണ്ട തിയേറ്ററിൽ വലിയ ബിഗ് സ്ക്രീനിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഐ നോട്ട് ഓവർ ഇറ്റ്. ഞാൻ ഇപ്പോഴും അതിന്റെ ഒരു ഞാൻ ഇതിൽ അഭിനയിച്ച ആളാണ്. എന്നിട്ടും അതിന്റെ ആഘാതത്തിൽ ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്. സോ പ്ലീസ് വാച്ച് ദ ഫിലിം. We've missed Urvashi ചേച്ചി for a long time. അല്ല ചേച്ചി, ഇപ്പൊ മലയാള സിനിമയിൽ കുറെ നാളായിട്ട് ഇങ്ങനെ പറയാണ് സ്ത്രീകൾ. ഓക്കെ, ലാസ്റ്റ് ഒരു പ്രേക്ഷകരോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്? എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, എപ്പോഴും ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെല്ലാം. വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കോൺവെർസേഷൻസ് ഡയലോഗ്സ് നമ്മളുടെ ഇടയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നല്ല സിനിമയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, നല്ല ഉറപ്പുണ്ട് എനിക്ക്. ഒരു അവാർഡ് കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും മാത്രം മതി. ഇഷ്ടം ആദ്യത്തെ സിനിമയാണ്, പക്ഷെ അങ്ങനെ തോന്നില്ല. ഫീച്ചർ ഉള്ളറിഞ്ഞാണ് തന്നിരിക്കുന്ന സിനിമകൾ അറിയുമ്പോൾ ഓഡിയൻസിന് ചർച്ച ചെയ്യുന്നു. ഇതിനകത്ത് നമുക്ക് ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ട്. സോ അതെന്തായാലും പ്രതീക്ഷിക്കാം. ഒരു നിമിഷം പോലും എനിക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണിൽ മാറ്റാൻ പറ്റാതെ ഈ കഥയുടെ ഉള്ളതായിരിക്കും. സിനിമ വളരെ വളരെ പവർഫുൾ. എന്നിട്ട് ആരും നോക്കിയിട്ട് പറയട്ടെ, ബ്രൂട്ടലി ഹോണസ്റ്റ് എന്ന് പറയാം. ഓരോ വാക്കുകളും ഓരോ വരികളും അത്രയും ശ്രദ്ധിച്ചാണ് എഴുതിയിരിക്കുന്നത്. പെർഫോമൻസ് പറയാനാണെങ്കിൽ എല്ലാ ആക്ടേഴ്സും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉർവശി മാമാണ്. അതുകൊണ്ടാണെന്ന് അറിയില്ല, മാം ആളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. നമുക്ക് ശരി തെറ്റുകളുടെ കൂടെ നിൽക്കാനോ ഈ കഥാപാത്രം മാത്രമാണ് ശരിയെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. നമ്മളതിലെ എല്ലാ മനുഷ്യരുടെ കൂടെ നിന്നോ. സിനിമ തീരുമ്പോഴാണെങ്കിലും ആ തീരുന്ന നോട്ട് എന്താ പറയുക, നമുക്ക് ജീവിതം മുമ്പോട്ട് കാണാൻ, മുമ്പോട്ട് ശരിക്കാനുള്ള ഒരു ആഗ്രഹം കൂടുതൽ തരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും വന്ന് കാണണം. അത് നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കുന്ന ഒരു കഥയാണ്. അതിൽ നമുക്ക് ഒരു ഹോപ്പ് തന്നിട്ടാണ് സിനിമ തീരുന്നത്. ശരിക്കും ഇപ്പോഴും ഷിവറിങ് ആണ്, അത്രയും ഹോട്ടിങ് ആണ്. വളരെ സൂക്ഷ്മമായിട്ട് അത് പറയാൻ ശ്രമിച്ചു എന്നതാണ്. ഭയങ്കര ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. വളരെ റിയൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇങ്ങനത്തെ മൂവീസ് ഒട്ടും കാണാത്ത ഒരാളാണ് ഞാൻ. ബിക്കോസ് എനിക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ ആരും അതിനെ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഞാൻ പൊതുവെ സിനിമ കാണാറ്. മെസ്സേജ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇറ്റ്സ് ഓൾ മെസ്സേജ് എന്ന രീതിയിലല്ല, അത് മനുഷ്യരുടെ ഒരു മനസ്സിലുള്ള ഒരു അണ്ടർ കറന്റ് അല്ലെ. നമ്മളെല്ലാവരും സ്പെഷ്യലി സ്ത്രീകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളും അത് അവര് അടക്കിയും അടക്കാതെയും ഒക്കെ ചെയ്യുന്നത് കൂടുതൽ പറഞ്ഞ എല്ലാം പുറത്തു വരും. പക്ഷെ ആ ട്രെയിലറിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് അണ്ടർ കറന്റ്സ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലും നമ്മള് ജീവിക്കുമ്പം കുറെ കാര്യങ്ങൾ ഉള്ളിൽ പൊതുക്കിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അടക്കിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ there are a lot of things that happen. So അതൊക്കെ കൂടെ കോർത്താണെങ്കിൽ അത് ഒരു വെള്ളപ്പൊക്കമുള്ള ഒരു സമയത്തൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. കാണണം. ലൈക്ക് ഐ സെഡ്, വളരെ റിയൽ ആയ ഒരു സിനിമയാണ്. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ലൈക്ക്. ഈ ഉയരയിലൊക്കെ കണ്ട ഒരു പാർവതി ഉണ്ടല്ലോ, അതുക്കും മേലെ ഉർവശി ആയാലും പാർവതി ആയാലും ലൈക്ക് ഐ സെഡ്, ഇപ്പൊ കുറെ നാളായിട്ട് നമ്മളിപ്പം മീഡിയയിൽ കുറെ ചോദ്യങ്ങൾ വന്നൊരു സമയമാണ്. സ്ത്രീകൾ എവിടെ പോയിട്ടില്ല. ഇവിടൊക്കെ തന്നെ അതിനെക്കാട്ട് ശക്തമായിട്ട് തന്നെയുണ്ട്. ഐ മീൻ ലൈക്ക് ഐ സെഡ്, ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാർ വേണം. ചിലത് മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ അതൊരു ആണുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്.
കറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വരുമ്പോൾ, സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ അത് അഭിനയിക്കാനും മലയാളത്തിൽ വളരെ ശക്തമായ സ്ത്രീകളും ഉണ്ട്. അതുപോലെ ഇതിൽ കുറെ ബ്രില്യൻ്റ് ആയ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെയിൽ കാസ്റ്റും ഉണ്ട്. ബ്രില്യൻ്റ് ആക്ടേഴ്സ്, ബ്രില്യൻ്റ് കാസ്റ്റിംഗ്, ബ്രില്യൻ്റ് എവറിത്തിങ്. ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ഇങ്ങനെ പറയുന്ന ആക്ടിങ്ങിന്റെ ഒക്കെ ഒരു മാസ്റ്റർ ക്ലാസ് നമ്മുടെ സ്റ്റേജിൽ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ പറയുന്ന ആക്ടേഴ്സിനൊക്കെ കണ്ട് പഠിക്കേണ്ട പോലത്തെ ഒരു പെർഫോമൻസ്. ഭയങ്കര രസം, ഭയങ്കര ഇൻറ്റൻസാണ്. കാരണം ഞാൻ ഇപ്പോ പ്രശാന്ത് ആയി കഴിഞ്ഞാലും പാർവതി ആയാലും അർജുൻ ആയാലും അങ്ങനൊരു ഗ്രൂപ്പ് ഓഫ് ഗുഡ് ആക്ടേഴ്സ്, ഗ്രേറ്റ് ആക്ടേഴ്സ്, പെർഫോമൻസ് വൈസ് ഭയങ്കര രസം, ഭയങ്കര ഇന്റൻസ് ആണ്. സിനിമ തുടങ്ങുന്ന പോലെ അവസാനം വരെ നമ്മൾ ഭയങ്കര ഇവരുടെ ഒരു സ്പേസിലായിരിക്കും. ഇമോഷണലി ഭയങ്കര മൂവി. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഷോട്ട് ഇപ്പൊ സമൂഹത്തിൽ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് സിനിമയുടെ ആവശ്യത്തിലല്ലല്ലോ, സംവിധായകനൊരു കഥ പറയാൻ തോന്നി, ആളെ ഏറ്റവും മനോഹരമായ തരത്തിൽ പറഞ്ഞു. ഇപ്പോ ഈ പറയുന്ന പോലെ ഇനിയിപ്പോ വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. പടം കണ്ടിട്ട് അതിനെ കുറിച്ച് കൃത്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമല്ല. ശരിക്കും ഇമോഷണലായി ഒരു കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നുണ്ട് ഇത് ഉള്ളിൽ നിന്ന് പോവാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര എല്ലാരും കാണണം. ഇന്റൻസ് ആയിട്ടുള്ള എല്ലാവരും ഭയങ്കര പെർഫോമൻസ് ആണ്. ഉർവശി ചേച്ചി, പാർവതി, ലാമിച്ചിരിക്കുന്ന മറ്റ് ആക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ. ഈ കാനില് അവാർഡ് കിട്ടിയത് സ്വീകരണം ഇപ്പൊ മലയാള സിനിമകളുടെ സ്ത്രീ സാന്നിധ്യം കൂടി വരാം. എപ്പോഴാണ് ഒരു ചർച്ച വന്നിരുന്നത് ഈ സ്ത്രീകൾ മലയാള സിനിമയിൽ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഈ സിനിമ കണ്ടിട്ട് തോന്നി ഇപ്പോ സ്ത്രീകൾ മലയാള സിനിമയിൽ നിന്നും തന്നെ ഉറപ്പിക്കാൻ പറ്റുമോ? ഈ സിനിമ കണ്ടപ്പോ ആ കഥയിലായിരുന്നു. ഇങ്ങനത്തെ തോട്ട്സ് ഒന്നും അല്ലല്ലോ പോണേ. എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും പറ്റില്ല. ഈ സിനിമയുടെ അകത്തായി പോകും, വേറെ ഒരു തോട്ട്സും വരില്ല. ഈ ഫെസ്റ്റിവലിന് ശേഷമുള്ള ഒരു റിസപ്ഷൻ എങ്ങനെയാണ്? അടിപൊളിയായിരുന്നു, നല്ല റിസപ്ഷൻ. മുടങ്ങാതെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ വരും സിനിമ. നല്ലതായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ, അതായത് ഞാൻ അവരുടെ പെർഫോമൻസിൽ കമന്റ് ചെയ്യാനൊന്നും ആരും അല്ല, അവർ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന മൂവിയായിരുന്നു. പടത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ കരഞ്ഞു പോവും. അത് ഭയങ്കര സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് പോലത്തെ ഒരു സിനിമയാണ്. നമ്മളിൽ ചുറ്റും ജീവിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ, ഒരുപാട് ലൈഫ്സ് നമ്മൾ ഓർക്കും, നമ്മളെ തന്നെ നമ്മൾ കാണും. ഉർവശി ചേച്ചി പോലെയുള്ളൊരു ഇത്രയും ഫിനോമിനൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ പാർവതിനെ കണ്ടപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഓൺ സ്ക്രീൻ ആ ഒരു കെമിസ്ട്രി ഈസ് ബിയോണ്ട് ഫിനോമിനൽ. ഞാൻ ഭയങ്കര എന്തോ ഒരു ലാർജർ ദാൻ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്ത് വന്ന പോലെയാണ് ഫീൽ ചെയ്യണത്. Very moved and very happy for Malayalam cinema. 2024 is turning out to be like phenomenal for our industry, just brilliant for our industry. എനിക്ക് തോന്നുന്നു ജാനുവരി 5 ആട്ടം വെച്ച് തുടങ്ങിയതാണ് നമ്മൾ. and every month we are giving out back to back hits. അതും ഡിഫറെന്റ് ജോണറിലുള്ള സിനിമകൾ വരുന്നു, പുതിയ സംവിധായകരുണ്ടാവുന്നു, പുതിയ ബാനേഴ്സ് വരുന്നു, നോൺ മലയാളം ബാനേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്ന് നല്ല കഥകൾ ചെയ്യുന്നു. ഐ റിയലി ഹോപ്പ് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി ഇതുപോലത്തെ സിനിമകൾ കണ്ട് വീണ്ടും നിറഞ്ഞ സദസ്സിൽ ഇങ്ങനത്തെ സിനിമകൾ ഇനിയും വരട്ടെ. ശൈലജ, ഇപ്പൊ അപ്പോഴൊരു പ്രശ്നമുള്ളത് എല്ലാരും പറയുന്നത് സ്ത്രീകൾ എവിടെയെന്നുള്ള ചോദ്യം എപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. സ്ത്രീകൾ എവിടെയാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത്? ഇതുപോലെയുള്ള സിനിമകൾ തന്നെയാണ് അതിനുള്ള ഉത്തരം. അത് നമ്മൾ ചോദിച്ചു തുടങ്ങിയ ചോദ്യമല്ല, അത് ഒരുപാട് കാലമായി പലരുടെ ഉള്ളിലുള്ള ചോദ്യമാണ്. പക്ഷെ ഇപ്പൊ ഈ മാസം തന്നെ നോക്കുവാണെങ്കിൽ പാരഡൈസ് വരുന്നുണ്ട്, ഗഗനചാരി വരുന്നുണ്ട്, ഇപ്പൊ ബോളം വന്നു, ഇപ്പോ ഉള്ളൊഴുക്ക് വരുന്നു. ഡിഫറെന്റ് സ്പേസിൽ നിൽക്കുന്ന ഒരുപാട് നല്ല കോണ്ടന്റ് വരുന്നുണ്ട്. ഐ തിങ്ക് മലയാളം സിനിമ ഇസ് റെയിനിങ് and it's so proud and it's so humbling to be part of that industry. Thank you. വൺ എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അഭിനയിച്ചാൽ ഉർവശി ചേച്ചിയുടെ ഒപ്പം പാർവതി ചേച്ചിയുടെ ഒപ്പമാണല്ലോ, ആ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു എന്റെ കരിയറിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ആർട്ടിസ്റ്റിനോട് അഭിനയിക്കാൻ പറ്റാറ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഉർവശി അമ്മയാണെങ്കിൽ സ്വന്തം മോനെ പോലെ തന്നെയാണ് അഭിനയിക്കുന്ന ടൈമിലൊക്കെ കോപ്പറേറ്റ് ചെയ്ത്. പാർവതി ആണെങ്കിലും അവരുടെയൊക്കെ ഭയങ്കര കോപ്പറേഷൻ കൊണ്ടാണ് എനിക്ക് കുറച്ച് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ കരിയറിൽ ഏറ്റവും ആദ്യം കേട്ട ആളാണ് താങ്കൾ. ഇപ്പൊ ഉർവശിന്റെ പോലെ അവര് ഒരു മൊമെന്റിൽ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മാറുന്ന ആൾക്കാർ. ആ ഒരു സ്കില്ലൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നാവും തോന്നും. ഇപ്പൊ ചേട്ടൻ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ക്യാരക്ടറാണ് സൈക്കോ. ആ സൈക്കോ വീണ്ടും വരുമോ? ആ സൈക്കോ ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി.
അജിനമോട്ടോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ചേട്ടൻ ഇപ്പൊ ഏതുപോലത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ സൈക്കോ അഭിനയിച്ചു, അല്ല കോമഡി അഭിനയിച്ചു, അതെ അതെ. പല ജോണറും അഭിനയിച്ചു. ഏതാണ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് സൈക്കോ കംഫർട്ടബിൾ ആണ്, കാരണം അത് എനിക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോമഡി കുറച്ച് ഡിഫിക്കൽട്ടാണ്, എന്നാലും അത് വർക്കൗട്ട് ആകുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ സന്തോഷം. ഇപ്പൊ ഈ ഉള്ളൊഴുക്കിന്റെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക, കാരണം അതിനകത്തൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും. പിന്നെ സുഷിന്റെ മ്യൂസിക്, പിന്നെ പാർവതി കുറവശിയമ്മ, ഇവർ രണ്ടുപേരുടെ പെർഫോമൻസ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ലൈഫിൽ തന്നെ ഇത് കാണാൻ പറ്റില്ല, നിങ്ങൾ മിസ് ചെയ്യുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് കീൻ ആൻഡ് ആക്യുറേറ്റ് പെർഫോമൻസ് ഉണ്ട്. താങ്ക് യു.